അപ്പൊ നമ്മുടെ എല്ലാ വിഭവങ്ങളും നമ്മൾ റെഡിയാക്കിയിരിക്കുകയാണ്. സദ്യയിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോ അസ്സലാമു അലൈക്കും. സാമ്പാറിനുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ അരിഞ്ഞു കഴുകി വെച്ചിട്ടുണ്ട്. പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. പരിപ്പ് ഇതാണോ വേവിച്ച് വെച്ചത്? ഇതിനകത്ത് നീ ഇടണോ ഇത്? ഇതിന്റെ അകത്തേക്ക് പരിപ്പ് വെച്ചിട്ടാണല്ലേ സാമ്പാർ ഉണ്ടാക്കുന്നത്? അതെ അതെ. ഞാൻ വെച്ച് നീ ഇത് പരിപ്പ് കറി ഉണ്ടാക്കുവാണ്. നമ്മൾ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഇതിന്റെ അകത്തേക്ക് ഇട്ടു. കടല ഇരിക്കുന്ന അത് ഇന്ന് രാവിലത്തേക്ക് വേണ്ട കടലായിരുന്നു. പൂച്ചയായില്ലേ, ഇനി കടല ഉച്ച കഴിയാറായി 1:50 അതെ. ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് സാമ്പാർ പൗഡർ ഇട്ട് കൊടുക്കണം. അതവിടെ നിന്ന് പോയി മേടിക്കണം? ഇല്ല, ഇവിടെ ഉണ്ട്. സാമ്പാർ പൗഡർ ഉണ്ട്. രക്ഷപ്പെട്ട് ഇനി വെയിലത്തുനിന്ന് രക്ഷപ്പെട്ട്. നിനക്ക് അറിഞ്ഞൂടെ അപ്പൊ ഇതൊന്നും? എടാ ഇതിലേതാന്ന് നീ കണ്ടുപിടിക്കുന്ന? ചിക്കൻ കറി മസാല. തേങ്ങയൊക്കെ അവള് ചെത്തിയല്ലോ ഉടച്ച് വെച്ചിട്ടുണ്ട്. പുളി, തേങ്ങ നിനക്ക് ചിരകാനുള്ളതാ ബാക്കി. 2.5 സ്പൂൺ സാമ്പാർ പൗഡർ ഉണ്ടെങ്കിലേ മുളക് പൊടി, മഞ്ഞപ്പൊടി ഒന്നും ഇടണ്ട. ഇതിന്റെ അകത്ത് എല്ലാം ഉണ്ട്. അതെല്ലാം യൂട്യൂബ് ചാനലിൽ പറഞ്ഞില്ലേ? എടാ നമ്മള് മുന്നേ ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ട് സാമ്പാർ. യൂട്യൂബ് ചാനൽ നോക്കിയത് അത് എന്തെങ്കിലും സ്റ്റെപ്പ് മറന്നു പോയാലോ എന്ന് വിചാരിച്ചു. സ്റ്റെപ്പ് മറക്കുമെന്ന് വിചാരിച്ചോ? അപ്പൊ നമുക്ക് ഇതൊക്കെ മിക്സ് ചെയ്ത് ഉപ്പിട്ട് കൊടുക്കണ്ടേ? അപ്പൊ ഉപ്പ് എന്തായാലും വേണമല്ലോ. പിന്നെ ലാസ്റ്റ് കറി ആയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ. തീയില്ല അടിയില്? അല്ല, ഇതാക്കിയിട്ടില്ല. ഇത് പരിപ്പ് കറിക്ക് വേണ്ടി മാറ്റി വെച്ചേക്കാണോ? മോരും മേടിച്ചായിരുന്നു. പിന്നെ ഓൾറെഡി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ഇന്നലെ രാത്രി ലുലുവില് പോയി ഓൾറെഡി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തായിരുന്നു. പച്ചക്കറി അല്ല, ബാക്കി സാധനങ്ങള്. സോ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാം ഇവിടെ ഇന്നലെ സ്റ്റോക്ക് ചെയ്തായിരുന്നു നമ്മള്. അയ്യോ, പുളിവെള്ളം ഒഴിച്ചില്ല. ഇനി പുളിവെള്ളമാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്ന സാമ്പാർ. സദ്യയിലെ മെയിൻ കറികളിലായ ഒരു കറിയാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, സാമ്പാർ. പിന്നെ രസം ഉണ്ടോടി? രസമില്ല. അപ്പൊ പരിപ്പുണ്ടോടി? പരിപ്പുണ്ട്. ഓക്കെ, പരിപ്പ്, രസം, സാമ്പാർ, മോരാണ് സദ്യയിൽ മെയിൻ ആയിട്ട്. പുളിശ്ശേരി. ഇവിടെ ഇനി എറണാകുളത്ത് അങ്ങനെ അറിഞ്ഞൂടാ. നമ്മളെ കൊല്ലം സിസ്റ്റമാറ്റിക് ആയിട്ട് എറണാകുളം സദ്യയില് പരിപ്പ് കറി ഇല്ല ഗൈസ്. ഇവിടെ ഉള്ളവര് നമ്മുടെ കൊല്ലം സദ്യ ഫസ്റ്റിനെ കഴിക്കുന്ന ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ട് ഗൈസ്. അത് ഒരുപാട് പേര് കണ്ടു. അപ്പൊ അത് കണ്ടാൽ മനസ്സിലാവും. ഫസ്റ്റിനൊക്കെ ഞെട്ടിപ്പോയി കൊല്ലത്ത് സദ്യ കണ്ട്. കൊല്ലംകാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇവിടെ അത്രയും സദ്യക്ക് അത്രയും സാധനങ്ങളൊന്നും ഇല്ല. കുറെ സാധനങ്ങൾ എക്സ്ട്രാ ഉണ്ട് കൊല്ലത്ത്. കിടിലൻ സദ്യയായിരുന്നു കേട്ടോ. അടുത്തത് അവിയലിനുള്ളത് അരിയണം. തേങ്ങ ചിരവിടോ? അവിയലിന് തേങ്ങ വേണം. അത് ഇത്രയും പോരെ? അത് പോരാ. ഓക്കെ ഗൈസ്, അപ്പൊ കുറച്ച് തേങ്ങ തിരിങ്ങി സഹായിച്ചിട്ട് വരാം. അല്ലാതെ ഫുൾ ഞാൻ കലിപ്പാണ് ഇവളാണ് എല്ലാം ഉണ്ടാക്കുന്നത്. നിങ്ങളൊക്കെ വിചാരിക്കും ഈ റീലിലൊക്കെ കാണും ഭാര്യയെ പേടിച്ച് നിൽക്കുന്ന ഭർത്താക്കന്മാർ. ഞാനെല്ലാം ഓർഡർ ചെയ്യത്തേ ഉള്ളൂ. പിന്നെ ഈ വീഡിയോക്ക് വേണ്ടിട്ട് ഞാനൊന്ന് ചെലവാ. ഓക്കെ ഗൈസ്, അങ്ങനെ അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് തേങ്ങയൊക്കെ തിരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാടി? അവിയലിന് വേണ്ടിട്ട്. ഞാൻ ആദ്യമായിട്ട് അവിയൽ ഉണ്ടാക്കുന്നത്. എനിക്ക് അതുകൊണ്ടൊരു പേടിയുണ്ട്. ഗൈസ്, എല്ലാരും പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി. മിക്സി പിണങ്ങിയ ഇതുപോലൊക്കെ ഉള്ളത് ഞാൻ വീട്ടിൽ കാണാറുണ്ട്. അപ്പം കറക്റ്റ് ആണെന്ന് തോന്നുന്നു. ഇത് അവിയലിന് വേണ്ടിട്ടായിരുന്നോ? അവിയലിന്റെ മറ്റേ അരപ്പ്. ഞാൻ തിരികെ കൊടുത്ത തേങ്ങ വെച്ചാണ് അവിയലിന്റെ അരപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ അടുപ്പിലേക്ക് വരാൻ പൊടിയില്ല. സാമ്പാർ വെന്തോണ്ടിരിക്കുകയാണ്. ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തു. ഇതെന്തിനാടി? ഇത് അവിയലിന്റെ കട്ടിങ്സ് ആണ്. ഇത് അവിയൽ ഉണ്ടാക്കാനുള്ള സാധനം. ഗ്യാസ് തീർന്നെന്നാണ് തോന്നുന്നത് ഗൈസ്. അങ്ങനെയാണെങ്കിൽ ഈ വ്ലോഗ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യില്ലേ? ഓക്കെ ഗൈസ്, ഗ്യാസ് ഉണ്ട്. അപ്പൊ ഈ കടല നമ്മൾ ഇനി എന്നുണ്ടാക്കും? കടല അവിയലിനകത്ത് ഇടാം. അല്ലാണ്ടിടും. കടല അവിയലിനകത്ത് ഇടും. നല്ല അടിപൊളി ടേസ്റ്റ്. കടല ചുമ്മാ വേവിച്ചത് ഇടും. ഉണ്ട്. നീ യൂട്യൂബിൽ നോക്ക്, കടല ഇന്ന് അവിയൽ നോക്ക്. കടല അവിയലിനകത്ത് ഇടത്തില്ല ഗൈസ്. നിങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കും. അടിപൊളി ടേസ്റ്റാ. ഭയങ്കര ടേസ്റ്റ് തന്നെ മാറും. ആ സാധനം തന്നെ. അത് തന്നെ. ഓക്കെ ഗൈസ്, അപ്പൊ അതുണ്ടാക്കാം. നമ്മൾ അവിയലിനുള്ള സാധനങ്ങളൊക്കെ വെച്ചു. ഇങ്ങനെ നിൽക്കുന്നത് വേറൊന്നുമല്ല, സാമ്പാർ തുറക്കാൻ പോവാണ്. പൊട്ടിത്തെറിക്കത്തില്ലല്ലേ? ഇനി ഫസ്റ്റ് വിസിലെടുത്ത് കളയണ്ടയോ? ഒന്നും കുറുകിയിട്ടില്ലല്ലോ. അതിനെനിക്ക് തോന്നുന്നു എന്തോ മാവോ എന്തോ ചേർക്കണം, അരിപ്പൊടിയോ. അതൊന്നും വേണ്ട. പിന്നെ അരിപ്പൊടി ആര്യാസിനൊക്കെ ഭയങ്കര കുറുകിയ സാമ്പാർ ആയിരിക്കുമല്ലോ. ചൂടല്ലേടോ, ചൂടാർക്കുമ്പോ കുറുകും. ആണോ? പിന്നെ താളിച്ചിട്ടില്ല. ചീത്ത വിളിക്കണം. താളിക്കണം. താളിയാ ചീത്ത വിളിക്കണം. താളിക്കണം. ഓക്കെ ഗൈസ്, അപ്പൊ അതൊണ്ടാക്കാം. നമ്മൾ അവിയലിനുള്ള സാധനങ്ങളൊക്കെ വെച്ചു. ഇങ്ങനെ നിൽക്കുന്നത് വേറൊന്നുമല്ല, സാമ്പാർ തുറക്കാൻ പോവാണ്. പൊട്ടിത്തെറിക്കത്തില്ലല്ലോ. അതൊന്നും വേണ്ട. പിന്നെ അരിപ്പൊടി എന്തിനു പൂട്ടുണ്ടാക്കണം. ആണോ?
ഓ താളിക്കണം. ഉപ്പ് മോനെ പുളി സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുമല്ല. ആണോ? കുറച്ചേക്ക് തന്നെ അങ്ങോട്ട് ഉപ്പിട്ടിട്ട് തരാം. ഇപ്പൊ കുക്കറും എല്ലാം പറന്നു പോയ 4ാമത്തെ നിലയിൽ. അടിപൊളിയാണെന്നാണ് പറയാൻ, ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. നോർമൽ സാമ്പാർ കൊള്ളാം. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു സാമ്പാർ. അങ്ങനെ സാമ്പാർ ഗൈസ് സക്സസ്ഫുൾ ആയിട്ട് താളിക്കണം. എന്റെ അവിയൽ ഇവിടെ കിടന്ന് വേവുമാണ് കണ്ടോ. ഗൈസ് അപ്പൊ താളിക്കുന്ന സമയം ആകുമ്പോഴത്തേക്ക് വരാം. ഇപ്പോ താളിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കുവാണ്. പ്രശ്നം എന്താണെന്നറിയോടാ, ഇതൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ വെക്കാൻ സ്ഥലമില്ല. ഓ ഫസ്റ്റ് എണ്ണ ഒഴിച്ച് ഞാൻ അതുകൊണ്ട് ക്യാബേജ് തോരൻ താളിക്കാൻ മീൻസ് മറ്റേ മുകളിൽ ഗാർണിഷ് ചെയ്യുന്ന സംഭവം. ഇതേടാ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പാത്രത്തിലേക്ക് ആക്കിട്ടെ നമുക്ക് ഡൈനിങ് ടേബിളിലേക്ക് അങ്ങ് വെക്കാം. തീരുന്നത് ബിക്കോസ് വി ഡോണ്ട് ഹാവ്. കടുക് ഇട്ടു, കറിവേപ്പില ഇടാൻ പോകുന്നു, പൊട്ടിത്തെറിക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ടു. ഫുൾ ചില്ലിയാണ് ഇടേണ്ടത്. ഫുൾ ചില്ലി ഇല്ലാത്തതുകൊണ്ട് ചില്ലി ഫ്ലേക്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ ഇനി ഇങ്ങനെ ഇളക്കുക. ഇതിന്റെ പച്ച മണം മാറിക്കഴിയുമ്പോൾ, ഒരു വാട്ടിയ മണം വരുമ്പോൾ എന്തിടണം? സാമ്പാർ മൊത്തം ഇതിന്റെ അകത്തേക്ക് ഒഴിക്കണം. താഴെ കഴിഞ്ഞ് സാമ്പാർ ഉണ്ടായിരിക്കുന്നു. നമ്മുടെ സദ്യയുടെ മെയിൻ വിഭവമായ സാമ്പാർ ഉണ്ടാക്കിയിരിക്കുകയാണ് സക്സസ്ഫുള്ളി. ടേസ്റ്റും അടിപൊളിയാണ്. താളിച്ചിട്ട് ടേസ്റ്റ് വേറെ ലെവലായി. കാരണം കറിവേപ്പിലയും കടുകും ചേരുമ്പോഴത്തേക്ക് വേറൊരു ടേസ്റ്റ് അല്ലേ. അപ്പൊ എന്റെ അവിയലിന്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ അകത്തേക്ക് അരപ്പിട്ട് കൊടുക്കാം. ഞാൻ തിരിങ്ങിയ തേങ്ങയുള്ള അരപ്പ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഇത്ര 2 മണി ഇതിലൊന്നും കഴിച്ച് രസവും നമ്മൾ കുറച്ച് വിശപ്പം അകറ്റാൻ വേണ്ടി 2 മുട്ട പുഴുങ്ങാൻ വെച്ചേക്കുവാണ്. ഞങ്ങളല്ല നീ. എനിക്ക് വിശക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഉണ്ടാക്കുന്നതിന്റെ മണം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വിശക്കത്തില്ല. സാധാരണ മണം അടിക്കുമ്പോഴല്ലേ വിശക്കുന്നു. അങ്ങനെയല്ലടാ, ഉണ്ടാക്കുന്നവർക്ക് വിശക്കത്തില്ല. കഷ്ണങ്ങൾ കുറച്ചിട്ടുള്ളൂ ബിക്കോസ് 2 പേർക്ക് മതിയല്ലോ. 2 പേർക്ക് ധാരാളം. പിന്നെ സാമ്പാർ അധികം ഉണ്ടാക്കിയത് ഐ ലവ് സാമ്പാർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നാളെ സാമ്പാറായിരിക്കും. പിന്നെ ഇയാള് സാമ്പാർ കഴിക്കത്തില്ലല്ലോ. അവിയൽ ഏകദേശം അവിയൽ പോലെ ആയിട്ടുണ്ട്. നോക്ക് ഇതിന്റെ അകത്തേക്ക് തൈര് ഒഴിക്കണം കുറച്ച്. പാലിൽ നിന്നും യൂട്യൂബ് ചാനൽ കണ്ടാണോ? അതെ. എല്ലാം റെഡിയായി കഴിയുമ്പോ വരെ ഇനി എന്തോ റെഡിയാക്കാനുള്ളത്? തോരനായി, അവിയലായി, സാമ്പാറായി. പുളിശ്ശേരി ഉണ്ടോ? പുളിശ്ശേരി എന്ന് വെച്ചാ മോര് കറിയില്ല. ഞാൻ വിചാരിച്ചു നമുക്ക് പച്ചമോരും മറ്റേ കുടിക്കാൻ വേണ്ടി അടിക്കാന്ന് വിചാരിച്ചു. പരിപ്പറി ഉണ്ടോ? പരിപ്പറി ഉണ്ട്. ഓക്കെ ഓക്കെ. പിന്നെന്താ? പപ്പടം ഉണ്ട്. പപ്പടം ഉണ്ട്. വാഴയില ഒടിക്കണം. വാഴയില വെട്ടാൻ പോണേ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ് അതിന്. ഞാൻ ഇതുവരെ അങ്ങനെ വാഴയിലൊന്നും വെട്ടാനൊന്നും. വാഴയില ഹണ്ട് ഉണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അപ്പൊ നമ്മുടെ സാമ്പാറും അവിയലും ക്യാബേജ് തോരനും പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഈ ഗ്യാപ്പിൽ കൂടെ അവൻ അതിൻ്റെ ഇടയ്ക്ക് വേറെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോയിട്ട് അതുകൊണ്ട് പരിപ്പ് അതൊക്കെ നമ്മൾ ഉണ്ടാക്കി ലാസ്റ്റ് കാണിച്ച് അവിടെ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. സോ അടുത്തത് ഞാൻ ബീട്രൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടി ഞാൻ എന്റെ അടുക്കളയിലെ പുതിയ അപ്ഗ്രേഡ്, പുതിയ ചട്ടി ഗൈസ്. ഓ ഇത് ഫസ്റ്റ് ടൈം ആണ് ഈ ചട്ടിയിൽ നമ്മളൊരു ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നല്ലേ? നമ്മള് മണപ്പുറത്ത് പോയപ്പോ മേടിച്ചാ, പക്ഷെ ഇത് എന്റെ വീട്ടിൽ ഇരിക്കുവായിരുന്നു. ഞാൻ മറന്നിരിക്കുവായിരുന്നു ഇതിന്റെ കാര്യം. സോ മണപ്പുറം എന്ന് പറഞ്ഞാൽ ഇവിടെ ആലുവ മണപ്പുറം നമ്മുടെ അവിടെ എക്സിബിഷൻ നടക്കുന്ന ഇവിടെ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞൂടാ. കൊള്ളയില്ലേ? നല്ല രീതിയിൽ കട്ട് ചെയ്ത് ബീട്രൂട്ട് ഇതിനി വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തിട്ട് ഇത് മിക്സിയിലിട്ട് അടിക്കണം. എന്നിട്ടാണ് താളിക്കുന്നത്. ഇതിലും താളിയുണ്ടോ? വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ കൂട്ടുകറിയുടെ കടല റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സദ്യ ഈസ് കമ്മിങ് ടു എൻ എൻഡ് കേട്ടോ. കടലയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ കുറെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ വന്നിരിക്കുകയാണ്. ഫസ്റ്റ് എന്തായാലും നമുക്ക് അവരുടെ തന്നെ ചോദിക്കാം. എന്തായാലും മോളെ കൂട്ടുകറിക്ക് വേണ്ട വെജിറ്റബിൾസ് വെന്ത്. അപ്പൊ നമുക്കിനി കടല ഇടാം. ചിക്കൻ കറിയുടെ ഒക്കെ മണം വരുന്നല്ലോ. നേരത്തെ വേവിച്ചോണ്ടിരുന്ന ബീട്രൂട്ട് അവളുടെ ബീട്രൂട്ട് ജ്യൂസ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തേങ്ങ തിരിഞ്ഞത് ഇതുവരെ തീർന്നില്ല കേട്ടോ ഗൈസ്. രണ്ടാഴ്ചത്തേക്ക് അത് എടുക്കാൻ തോന്നും. തേങ്ങ വെക്കാറ് ഒന്നുകൂടി ചിരകണ്ടി വരുന്നേ. പിന്നെ ഫുൾ തേങ്ങ വെച്ചുള്ള പരിപാടിയാണ്. അറിഞ്ഞത് എന്തോരം തേങ്ങ വേണമെന്നറിയോ? നമുക്ക് കുറച്ച് തെങ്ങ് വെച്ചാലോ? ഏതായാലും ഒരു പ്രോപ്പർട്ടി. കേരളത്തിൽ ഇത്രയും കൂടുതൽ തെങ്ങ് തേങ്ങ എല്ലാ കറിയിലും മസ്റ്റായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും. തേങ്ങയ്ക്ക് ഭയങ്കര ടേസ്റ്റ് അവിയലൊക്കെ സാധാരണ എണ്ണ കൂട്ടിയിട്ടാലും ടേസ്റ്റ് കൊടുത്തില്ലേ? എണ്ണ എവിടുന്ന വരുന്നത്?
തേങ്ങയിൽ നിന്ന് ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്റെ പുതിയ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ ഇത്, ബീട്രൂട്ട് പച്ചടി. ഓ, അപ്പൊ നിനക്ക് നല്ലോണം ഉണ്ടാക്കാൻ അറിയായിരിക്കുമല്ലോ. അല്ല, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണേ, എനിക്ക് സദ്യയിൽ ഇഷ്ടമാന്ന് പറഞ്ഞ. അപ്പൊ നമുക്ക് അടിച്ചെടുത്ത് എല്ലാം അടിഞ്ഞിട്ടില്ലേ, ചില ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെന്നോ. ക്യാമറയിലോട്ട് തെറിച്ച് പേസ്റ്റ് അല്ലേ ആയുള്ളൂ, പ്യൂരി ആയുള്ളൂ. ഇനി ഇതിൻ്റെ അകത്തേക്ക് തൈരും തേങ്ങ അരച്ചതും ചേർക്കണം, എന്നിട്ട് പിന്നെ താളിക്കണം. അപ്പം മുമ്പേ അരക്കണം എന്ന് പറഞ്ഞ തേങ്ങ അരച്ച് ചേർത്തിരിക്കുകയാണ്. ഇത് വേറെ ടേസ്റ്റ് ആവുമോ ഇത്? ഇതോ വേറെ ടേസ്റ്റ് എന്ന് വെച്ചാ അതായത് എല്ലാത്തിനകത്തും ഇതേപോലെ ഇങ്ങനെ ചേർക്കുമോ ഈ പച്ചടി? ഇതിന്റെ പേരെന്താ? കിച്ചടിയെ? ബീട്രൂട്ട് പച്ചടി. ഗൈസ്, അങ്ങനെ നമ്മുടെ കറികളും പപ്പടവും എല്ലാം റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി വാഴയില വെട്ടൽ ഹണ്ടിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കറികളെല്ലാം തുറന്ന് വെച്ച് ഇത് നമുക്ക് ഡിസ്പ്ലേക്ക് വെക്കാം. ഗൈസ്, ഫസ്റ്റിന് അവിടെ സ്പൂണും പാത്രമൊക്കെ ആയിട്ട് അടികൂടിക്കൊണ്ടിരിക്കണം. അതിന്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. നീ എന്തോട് ചെയ്യാൻ പോകുന്നത്? എല്ലാം കഴിഞ്ഞ് പായസം മാത്രം ഗൈസ് നമ്മൾ മേടിക്കുകയാണ് ചെയ്തത്. അത് നല്ല അടിപൊളി പാലട പായസം. സോ അത് നമുക്ക് ചൂടാക്കാം, എന്നിട്ട് നമുക്ക് വാഴയില വെട്ടിയിട്ട് വന്നിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് സദ്യ കഴിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ അതിന് നമ്മൾ താഴെ വാഴ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. മുകളിലത്തെ ബാൽക്കണി വഴി തന്നെ ചെക്ക് ചെയ്താൽ താഴെ വരെ പോകേണ്ട എഫേർട്ട് കുറയുമല്ലോ. ഗൈസ്, വാഴ അവിടെ നിൽപ്പുണ്ട്, പക്ഷെ എല്ലാം കീറിയതാണല്ലോ. യെസ്, ഒരുത്തനെ കിട്ടി. യെസ് ഗൈസ്, അപ്പം നമ്മളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയില വെട്ടാൻ പോവാം. വാഴയില ഹണ്ട്. യെസ്, കത്തി എടുത്തു. ഗൈസ്, അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് ഹണ്ട് ചെയ്തിട്ട് വാഴയിലയുമായിട്ട് കാണാം. ചെറിയ വാഴയാണ്, അതേ ഇവിടെ വലിയ വാഴയുണ്ട്. വലിയ വാഴയുണ്ട്, അത് കൊച്ചു വാഴയല്ലേ? ആണോ? ഇവിടെ ഒന്നും ഇല്ലല്ലോ തുമ്പലൊക്കെ ആൾക്കാർ വെട്ടി കേട്ടോ. അത് ഇവിടെ ഒന്നും തുമ്പില്ല. കണ്ട ഈ ഒരു തുമ്പല പോലെ നിനക്ക് ഇതിന്റെ നടു അങ്ങ് എടുക്കടാ. തുമ്പ് തന്നെ വേണം നിർബന്ധം. തുമ്പലല്ലേ പിന്നെ സദ്യക്ക്? ഗൈസ്, ഇവിടെ കൊച്ചിയിൽ തുമ്പല വേണമെന്ന് അറിഞ്ഞൂടെ? ഏതെങ്കിലും ഇല വെട്ടിയാൻ കഴിയും സദ്യ. സദ്യ എന്ന് പറഞ്ഞാല് തൂശൻ ഇലയിൽ തുമ്പലേ അല്ല, വേറൊരുത്തനുണ്ട് ഇവിടെ. ഓ പൊളി എടാ. ഓ മൈ ഗോഡ്, പറന്നുപോയി. അപ്പോൾ നമ്മൾ 2 തുമ്പല കിട്ടിയിരിക്കുകയാണ്. വലുതെനിക്കും ചെറുത് ഫസ്റ്റ് നോക്കാം. അപ്പോൾ ഓക്കെ, ഉടനെ ഫ്ലാറ്റിൽ പോയി കഴിക്കാം, കുളിച്ചിട്ട് കഴിക്കാം. കമോൺ. ഇതാണ് നമ്മുടെ പാർക്കിംഗ്. നമ്മുടെ സ്കൂട്ടർ ബ്ലാക്കി എന്നാട്ടോ ഉള്ള പേര്. എല്ലാവരും ബ്ലാക്കിൽ നിന്ന് തന്നെ വിളിക്കണം കേട്ടോ. ചൂടിൽ വീശു കൊടുത്തേക്കാം. ബൈ. ഹാപ്പി വിഷു. അപ്പോൾ നമ്മുടെ എല്ലാ വിഭവങ്ങളും നമ്മൾ റെഡിയാക്കിയിരിക്കുകയാണ്. നമ്മൾ വീട്ടിലേക്ക് വിളിച്ച വിഭവങ്ങൾ അവരെ നമ്മൾ പ്രദർശിപ്പിച്ചു. ഇനി നമുക്ക് നമ്മുടെ വിഭവങ്ങൾ കാണാം. സാമ്പാർ, ഇത് പരിപ്പ് കറി, ഇത് പുളി അവിയൽ. ക്യാബേജ് തോരൻ, ബീട്രൂട്ട് പച്ചടി, കൂട്ടുകറി, ചോറ്, പായസം, പപ്പടം, മോര്. റിഫ്രഷിംഗ് ആയിട്ടുള്ള നല്ല മോര്. ഞങ്ങൾ കുളിച്ച് ഫ്രഷായി ഈറനണിഞ്ഞ് നമ്മളിനി വിഷു സദ്യയിലേക്ക് കടക്കുകയാണ്. ഇനി കുണച്ച സംസാരങ്ങളൊന്നുമില്ല. നമ്മൾ വളരെ ശാന്തമായി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ അസ്സലാമു അലൈക്കും.